നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് UPSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. പിന്നെ PSCയും സ്ഥിരമായിട്ട് ഗദ്ദർ പാർട്ടിയെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഗദ്ദർ പാർട്ടി അഥവാ ഗദ്ദാർ പാർട്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതും നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ഓൾഡ് NCERT ബിപിൻ ചന്ദ്രയുടെ ഓൾഡ് NCERTയിൽ നിന്നുള്ള പോയിന്റ്സും പിന്നെ കുറച്ച് വേറെ എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടെ ആകുമ്പം കുറച്ചേറെ പോയിന്റ്സ് നമ്മൾ ഇവിടെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി ഗദ്ദർ പാർട്ടി ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തെറ്റരുത്, ആ രീതിയിൽ നമ്മൾ പഠിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കൺസിഡർ ദി ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ്. താഴെ 3 പേരുടെ പേര് കൊടുത്തിട്ടുണ്ടേ. 1 ബരീന്ദ്ര കുമാർ ഘോഷ്, 2 ജോഗേഷ് ചന്ദ്ര ചാറ്റർജി, 3 റാഷ് ബിഹാരി ബോസ്. 3 ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. നിങ്ങൾ പലരുടെയും പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ഹൂ ഓഫ് ദി അല്ലെങ്കിൽ ആരാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന 1 അല്ലെങ്കിൽ അധികം ആൾക്കാര് ഗദ്ദർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പൊ ഗദ്ദർ പാർട്ടി എന്താണെന്ന് നമ്മൾ അറിയണം. അതിനകത്ത് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗദ്ദർ പാർട്ടി എന്താണെന്ന് നമുക്ക് ഓൾഡ് NCERT വെച്ചിട്ടും പഠിക്കാൻ പറ്റും. അതുപോലെ സ്പെക്ട്രം ടെക്സ്റ്റ് ബുക്കിനകത്തും ഡീറ്റെയിൽഡ് വേർഷൻ കിടപ്പുണ്ട്. ഓൾഡ് NCERT എടുക്കുമ്പോൾ പേജ് നമ്പർ 258 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി സ്പെക്ട്രം ഉള്ളവരാണെങ്കിൽ 296 എടുക്കുക കേട്ടോ. 296 ഡീറ്റെയിൽഡ് ആയിട്ട് ഗദ്ദർ പാർട്ടിയെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടേക്ക് നോക്കാം. എന്താണ് ഗദ്ദർ പാർട്ടി എന്ന് ആദ്യം പറയാം. ദ വാർ പീരീഡ് ഓൾസോ വിറ്റ്നസ്ഡ്, അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെ ആ ഒരു യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ഗ്രോത്ത് ഓഫ് ദ റെവല്യൂഷണറി മൂവ്മെന്റ്, ദ ടെററിസ്റ്റ് ഗ്രൂപ്പ് സ്പ്രെഡ് ഫ്രം ബംഗാൾ ആൻഡ് മഹാരാഷ്ട്ര ടു ദ ഹോൾ ഓഫ് ദി നോർത്തേൺ ഇന്ത്യ. മോറോവർ, മെനി ഹിന്ദുസ്ഥാൻ began to plan a violent rebellion to overthrow British rule. Indian revolutionaries in the United States of America and Canada had established the Gaddar Party in 1913. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയാണ് കേട്ടോ. ഓർത്തു വെച്ചേക്കാം, ഫെബ്രുവരിയിലാണ് 1913 ഈ ഗദ്ദർ പാർട്ടി ഉണ്ടാവുന്നത്. ഇന്ത്യയിലാണോ ഉണ്ടായത്? അല്ല. ഇവിടെ എടുത്തു പറയുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, വടക്കേ അമേരിക്കയിലാണ് ശരിക്കും, അതുപോലെ കാനഡയിലുമാണ് ഈ ഗദ്ദർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി 1913 രൂപം കൊണ്ടത്. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ബ്രിട്ടീഷ് റൂളിനെതിരെ പുറം രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാര് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലും കാനഡയിലും വെച്ചിട്ട് ഒരു പാർട്ടി, ഒരു റെബലിയൻ പാർട്ടി രൂപീകരിച്ചു 1913. അതാണ് ഗദ്ദർ പാർട്ടി. While most of the members of the party were Sikh peasants. നമ്മളോട് ചോദിക്കാം, ഈ ഗദ്ദർ പാർട്ടിയിലെ മിക്ക മെമ്പേഴ്സും ആരായിരുന്നു? സിഖ് പെസൻസ് ആയിരുന്നു. അതുപോലെ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. Their leaders were മോസ്റ്റ്ലി എഡ്യൂക്കേറ്റഡ് ഹിന്ദുസ് ഓർ മുസ്ലിംസ്. അവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, മോസ്റ്റ്ലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹിന്ദുക്കളോ മുസ്ലിംസോ ഒക്കെ ആയിരുന്നു. അപ്പൊ ആരാണ് ഗദ്ദർ പാർട്ടിയിലെ കൂടുതൽ മെമ്പേഴ്സ്? സിഖ് പെസൻസും ഉണ്ടായിരുന്നു, അതുപോലെ പട്ടാളക്കാരുണ്ടായിരുന്നു. ഇവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹിന്ദുസ് അല്ലെങ്കിൽ മുസ്ലിംസ് ആയിരുന്നു. ദ പാർട്ടി ഹാഡ് ആക്റ്റീവ് മെമ്പേഴ്സ് ഇൻ അതർ കൺട്രീസ് സച്ച് ആസ്. എവിടെയൊക്കെ ഈ പാർട്ടിയിലെ മെമ്പേഴ്സ് ആക്റ്റീവ് ആയിരുന്നു ചോദിക്കാം. മെക്സിക്കോ, ജപ്പാൻ, ചൈന, ഫിലിപ്പൈൻസ്, മലയ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇൻഡോ ചൈന ആൻഡ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ എവിടെയൊക്കെയായിരുന്നു ഇവരുടെ മെമ്പേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള മറ്റു രാജ്യങ്ങള്? ഗദ്ദർ പാർട്ടി രൂപീകൃതമായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ്. ശരിക്കും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ, വടക്കേ അമേരിക്കയിലാണെന്ന് പഠിക്കുക. കൂട്ടത്തിൽ കാനഡ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണ്. അപ്പൊ ഇവിടെ നിന്നാണ് പലപ്പോഴും ഇപ്പൊ ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ UPSC ലെവൽ ചോദ്യങ്ങളാണെങ്കിൽ ഓൾഡ് NCERTയിൽ നിന്നും സ്പെക്ട്രത്തിൽ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് നമുക്കിപ്പോൾ PSCക്കും റിപ്പീറ്റ് ചെയ്ത് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കൃത്യമായിട്ട് പഠിക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും കാനഡ തന്നാലും അതും ശരിയാണ്. ഇത് 1913 ഫെബ്രുവരിയിലാണ് രൂപീകൃതമായത്. ഇതിന്റെ മെമ്പേഴ്സ് ആരായിരുന്നു? മോസ്റ്റ്ലി സിഖ് പെസൻസും സോൾജേഴ്സും ഉണ്ടായിരുന്നു. ഇവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹിന്ദുസും മുസ്ലിംസും ആയിരുന്നു. ഇനി ഇവരുടെ ആക്റ്റീവ് മെമ്പേഴ്സ് ഏതൊക്കെ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു? ബാക്കി മെക്സിക്കോ, ജപ്പാൻ, ചൈന, ഫിലിപ്പൈൻസ്, മലയ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇൻഡോ ചൈന ആൻഡ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ ആണല്ലോ. ദി ഗദ്ദാർ പാർട്ടി വാസ് പ്ലെഡ്ജ് ടു വേജ് റെവല്യൂഷണറി വാർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ആസ് സൂൺ ആസ് ദ ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട് ഇൻ 1940. അപ്പൊ ശരിക്കും ഇവര് ഇന്ത്യയിലേക്ക് ഇവരുടെ ആ ഒരു റെവല്യൂഷൻ തുടങ്ങുന്നത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയ ഒരു കാലഘട്ടം 1914 The Gaddarists decided to send arms and men to India to start an uprising with the help of soldiers and local revolutionaries. ഇവര് എന്താണ് ഈ ഗദ്ദാറിസ്റ്റുകൾ ഡിസൈഡ് ചെയ്തിരുന്നത് ആംസിനെയും മറ്റ് ഇവരുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിലേക്ക് വിടാം.
അതുപോലെ തന്നെ ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ലോക്കൽ റവല്യൂഷണറീസിന്റെയും സോൾജേഴ്സിന്റെയും ഒക്കെ ഹെൽപ്പോട് കൂടി അവിടെ എന്താണ് സമരം അഴിച്ചുവിടാം എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു. Several thousand men volunteers to go back to India. Millions of dollars were contributed to pay for their expenses. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യത്തു നിന്നുമൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് പോയവർ തന്നെയാണ് ഈ ഗദ്ദാറിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ ഒരുപാട് ഡോളേഴ്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് വോളണ്ടിയേഴ്സിനെ ഇന്ത്യയിലേക്ക് അയക്കാനായിട്ട് തീരുമാനിക്കുന്നു. മെനി ഗേവ് ദെയർ ലൈഫ് ലോങ് സേവിങ്സ് ആൻഡ് സോൾഡ് ദെയർ ലാൻഡ് ആൻഡ് ദെയർ പ്രോപ്പർട്ടി. അപ്പൊ ഇവർ കുറേ വർഷങ്ങളായിട്ട് അന്യരാജ്യത്ത് പോയി ഉണ്ടാക്കിയ അവരുടെ സേവിങ്സും അവരുടെ ലാൻഡും പ്രോപ്പർട്ടീസും എല്ലാം സോൾഡ് ചെയ്തിട്ടാണ് ഇവർ എവിടേക്ക് പോകുന്നത്? ഇന്ത്യയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ചെലവിന് കൊടുക്കുന്നത്. ദ ഗദ്ദാറിസ്റ്റ് ഓൾസോ കോൺടാക്റ്റഡ് ദ ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ദ ഫാർ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓൾ ഓവർ India are pursued several regiments to rebel. അപ്പൊ ഇവരെ ശരിക്കും എന്താണ് ഈ ഗദ്ദാറിസ്റ്റുകൾ ഇന്ത്യൻ സോൾജേഴ്സുമായിട്ട് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ എല്ലാ സോൾജേഴ്സുമായിട്ട് കോണ്ടാക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഇവർ തീരുമാനിച്ചൊരു ഡേറ്റ് ഉണ്ട്, അതായത് 1915 ഫെബ്രുവരി 21 ഇവര് പഞ്ചാബില് ഒരു ആംഡ് റിവോൾട്ട് പ്ലാൻ ചെയ്തിരുന്നു. എന്നാണ് 21 ഫെബ്രുവരി 1915 പഞ്ചാബിൽ ഒരു ആംഡ് റിവോൾട്ട് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദ അതോറിറ്റീസ് കെയിം ടു നോ ഓഫ് ദീസ് പ്ലാൻസ് ആൻഡ് ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതറിഞ്ഞു, അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നു. അതിന്റെ പേരിൽ ദ റെബലിയസ് റെജിമെന്റ്സ് വെർ ഡിസ്ബാൻഡ് ആൻഡ് ദെയർ ലീഡേഴ്സ് വെർ ഐദർ ഇംപ്രിസൺ ഓർ ഹാങ്. കുറെ അവരുടെ ആ ഒരു റെജിമെന്റ് എല്ലാം തകർക്കപ്പെട്ടു. ലീഡേഴ്സിനെ കുറച്ചുപേരെയൊക്കെ ജയിലിലാക്കി, കുറച്ചുപേരെ തൂക്കിക്കൊന്നു. ഫോർ എക്സാമ്പിൾ 12 men of 23rd Cavalry were executed. ഈ 23rd Cavalryയിലെ 12 ആൾക്കാരെ വധിക്കപ്പെട്ടു. The leaders and members of the Gaddar party in the Punjab were arrested on a mass scale and tried. 42 of them were hanged, 140 were transported for life and 93rd were sentenced for long term of imprisonment. അപ്പം ശിക്ഷ വളരെ കടുത്തതായിരുന്നു. നമ്പേഴ്സ് ഒന്നും ഓർത്തു വെച്ചില്ലെങ്കിലും സാരമില്ല, കാര്യം മനസ്സിലാക്കാം. Many of them after their release founded at Kirti and communist movement in Punjab. Some of the prominent Gaddar leaders were, അവിടെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഗദ്ദാർ ലീഡേഴ്സ് എന്നുള്ളതാണ് കൃത്യമായി പഠിച്ചിരിക്കുന്നത്. നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതല്ലേ, ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഇതിനകത്ത് കേട്ട പേരുകൾ വല്ലതും ഉണ്ടോ എന്ന് നമ്മളിപ്പോ നോക്കാൻ പോവാ. ഒന്ന് ബാബ ഗുരുമുഖ് സിംഗ്. ആരാണ്? ബാബ ഗുരുമുഖ് സിംഗ്. 2 കർത്താർ സിംഗ് സറാബ, സോഹൻ സിംഗ് ബഖ്ന, റഹ്മത്ത് അലി ഷാ, ബായ് പരംചന്ദ്, മുഹമ്മദ് ബറാക്കത്തുള്ള. ഇത്രയായിരുന്നു ഇവരുടെ ലീഡേഴ്സ്, പ്രോമിനന്റ് ലീഡേഴ്സ്. നമ്മൾ കേട്ട പേരൊന്നും ഇല്ലല്ലോ. ബാബ ഗുരുമുഖ് സിംഗ്, കർത്താർ സിംഗ് സറാബ, സോഹൻ സിംഗ് ബക്കാന, റഹ്മത്ത് അലി ഷാ, ബായ് പരംചന്ദ്, മുഹമ്മദ് ബറാക്കത്തുള്ള. ഇത്രയുമാണ് പ്രോമിനന്റ് ലീഡേഴ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അസോസിയേഷൻ ഉള്ള ഈ 3 പേര് ആരെങ്കിലും ഉണ്ടോന്ന് താഴോട്ട് നോക്കാം. ഇൻസ്പയർഡ് ബൈ ദ ഗദ്ദാർ പാർട്ടി 700 men, 700 men of the 5th Light Infantry at Singapore revolted under the leadership of Jamadar Christi Khan and Subedar Dunde Khan. അതായത് ഗദ്ദാർ പാർട്ടിയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് 5th ലൈറ്റ് ഇൻഫാൻട്രി, എവിടുത്തെ സിംഗപ്പൂരിലെ 700 ആൾക്കാർ, 5th ലൈറ്റ് ഇൻഫാൻട്രിയിൽ പെട്ട 700 പുരുഷന്മാര് ലീഡർഷിപ്പ്, ആരുടെ ലീഡർഷിപ്പോടുകൂടി? ജമാദർ ക്രിസ്റ്റി ഖാന്റെയും സുബേദർ ഡുണ്ടെ ഖാന്റെയും ലീഡർഷിപ്പില് റിവോൾട്ട് ചെയ്യാനായിട്ട് വരുന്നു. ദേ വെർ ക്രഷ്ഡ് ആഫ്റ്റർ എ ബിറ്റർ ബാറ്റിൽ ഇൻ വിച്ച് മെനി ഡൈഡ്. പക്ഷെ അവരും തോൽക്കുകയാണ് ചെയ്തത്, ഒരുപാട് പേര് മരിച്ചു. 37 others were publicly executed while 41 were transported for life. അവരെയും ഏകദേശം 47 പേരെ തൂക്കിക്കൊന്നു, ബാക്കിയുള്ളവരെല്ലാം എന്താണ് പറഞ്ഞു വിടുകയാണ് ചെയ്തു, നാട് കടത്തുകയൊക്കെ ചെയ്തു. അതർ റെവല്യൂഷണറീസ് വേർ ആക്റ്റീവ് ഇൻ ഇന്ത്യ. അപ്പൊ ഇതെല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഈ ക്രിസ്റ്റി ജമാദർ ക്രിസ്റ്റി ഖാനും സുബേദർ ഡുണ്ടെ ഖാനും ഒക്കെ പേര് ഓർക്കണം, ഈ മോളിൽ പറഞ്ഞ പേര് ഓർക്കണം. ഇനി താഴോട്ട് വരുന്ന സമയത്ത് അതർ റെവല്യൂഷണറീസ് വേർ ആക്റ്റീവ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. In 1950, during an unsuccessful revolutionary attempt, Jadin Mukherjee, popularly known as Bagha Jadin, gave his life fighting a battle with the police at Balasore. നെക്സ്റ്റ് പേര് നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട്, റാഷ് ബിഹാരി ബോസ്. അപ്പൊ ഇവിടെ ആരുണ്ട്? റാഷ് ബിഹാരി ബോസ് ശരിയായി അല്ലെ. റാഷ് ബിഹാരി ബോസ് രാജാ മഹേന്ദ്ര പ്രതാപ്, ലാലാ ഹർദയാൽ, അബ്ദുൾ റഹീം, മൗലാന ഒബൈദുള്ള സിന്ധി, ചമ്പക് രാമൻ പിള്ളൈ, അതായത് ചെമ്പക രാമൻ പിള്ളയില്ലേ, അതാണ് ചെമ്പക് രാമൻ പിള്ളൈ, സർദാർ സിംഗ് റാണ, മേഡം കാമ were some of the prominent Indians who carried on revolutionary activities and propaganda outside India.
അപ്പൊ നമ്മൾ ചോദിച്ച പേരുകൾക്കകത്ത് ഏത് പേര് മാത്രമേ ഉള്ളൂ? റാഷ് ബിഹാരി ബോസ് മാത്രമേ ഗദ്ദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഗദ്ദാർ പാർട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എന്നാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു, അവർ ചെയ്ത ആക്ടിവിറ്റീസ് പറഞ്ഞു, പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ പേര് പറഞ്ഞു, അതിനകത്ത് അസോസിയേറ്റ് ചെയ്തവരുടെ പേര് പറഞ്ഞു. ലീഡേഴ്സ് ആരൊക്കെയാ? ബാബ ഗുരുമുഖ് സിംഗ്, കർത്താർ സിംഗ് സറാബ, സോഹൻ സിംഗ് ഭക്കാന, റഹ്മത്ത് അലി ഷാ, ബായ് ബരംചന്ദ്, മുഹമ്മദ് ബറാക്കത്തുള്ള. ഇനി മറ്റാൾക്കാർ ആരൊക്കെയാ? ജാംനഗർ ക്രിസ്റ്റി ഖാന്, സുബൈദർ ഡുണ്ടേ ഖാന്, അത് സിംഗപ്പൂരില് ലീഡേഴ്സ് ആയിരുന്നു. മറ്റാൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ റാഷ് ബിഹാരി ബോസ് ഉണ്ട്. ഒരാളെന്താണ്? ജതിൻ മുഖർജി പോപ്പുലർലി നോൺ ആസ് ബാഘ ജതിൻ. അതുപോലെ ബാലാസോറിലാണ് കേട്ടോ അദ്ദേഹം ആക്രമണം നടത്തിയത്. അതുപോലെ മറ്റാൾക്കാരാണ് റാഷ് ബിഹാരി ബോസ്, രാജാ മഹേന്ദ്ര പ്രതാപ്, ലാലാ ഹർദയാൽ. നമുക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. റാഷ് ബിഹാരി ബോസ്, രാജാ മഹേന്ദ്ര പ്രതാപ്, ലാലാ ഹർദയാൽ, അബ്ദുൾ റഹീം, മൗലാന ഒബൈദുള്ള സിന്ധി, ചെമ്പകരാമൻ പിള്ളൈ, സർദാർ സിംഗ് റാണ, മേഡം കാമ. ഇവരൊക്കെ ആയിരുന്നു ഇന്ത്യൻസ്, പ്രോമിനന്റ് ആയിട്ടുള്ള ഇന്ത്യൻസ് ഹു ക്യാരിഡ് ഓൺ റവല്യൂഷണറി ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊപ്പഗാണ്ട ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലെ അകത്താണോ? അല്ല, വെളിയിലാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുറേയേറെ പോയിന്റ്സ് കിട്ടി. ഇനി ഇത് ഗദ്ദാർ പാർട്ടി ചോദിക്കുന്ന സമയത്ത് തെറ്റിക്കരുത്. ഇനി ഈ രണ്ട് ആൾക്കാർ ആരൊക്കെയാണെന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബരീന്ദ്രകുമാർ ഘോഷും ജോഗേന്ദ്ര ചന്ദ്ര ചാറ്റർജിയും ഒക്കെ ആരാണെന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പറയാം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ ആർമി ഓർ നമ്മൾ അറിയത്തില്ല, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചോദിച്ചാലും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി ചോദിച്ചാലും ഒന്നാണ് കേട്ടോ. HRA എന്ന് പറയും. HRA, ആർമി ഓർ അസോസിയേഷൻ. ഇതിന്റെ പിന്നത്തെ പേര് മാറ്റിയതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HSRA എന്നും പിന്നീട് പേര് മാറ്റി, രണ്ടും ഒരാളാണ്. ദ HRA വാസ് ഫൗണ്ടഡ് ഇൻ ഒക്ടോബർ 1924 ഇൻ കാൺപൂർ ബൈ റാം പ്രസാദ് ബിസ്മിൽ ആൻഡ് ജോഗേശ്വർ ചന്ദ്ര ചാറ്റർജി ആൻഡ് സച്ചിൻ സന്ധ്യാൽ. അപ്പൊ ആരാണ് ജോഗേശ്വർ ചന്ദ്ര ചാറ്റർജി? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ അഥവാ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫൗണ്ട് ചെയ്ത്, അതായത് ആ ഫൗണ്ടഡ് മെമ്പേഴ്സിൽ ഒരാളാണ് ജോഗേഷ് ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്നത്. എന്നാണ് ഇത് ഉണ്ടാക്കിയത്? 1924 കാൺപൂരിലാണ്, ഒക്ടോബറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റാൾക്കാർ ആരൊക്കെയാണ്? രാമപ്രസാദ് ബിസ്മിലും സച്ചിൻ സന്യാലും. ഇനി നെക്സ്റ്റ് നോക്കാം. ദ ഫസ്റ്റ് റവല്യൂഷണറി ഗ്രൂപ്പ് ഇൻ ബംഗാൾ വെർ ഓർഗനൈസ്ഡ് ഇൻ 1902 ഇൻ മിഡ്നാപൂർ. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജ്ഞാനേന്ദ്രനാഥ് ബസുവിന്റെ. ആൻഡ് ഇൻ കൽക്കട്ട അനുശീലൻ സമിതി കേട്ടിട്ടുണ്ടല്ലോ. അനുശീലൻ സമിതി ഫൗണ്ടഡ് ബൈ പ്രമോദ മിത്തർ ആൻഡ് ഇൻക്ലൂഡിംഗ് ജതീന്ദ്രനാഥ് ബാനർജി, ബരീന്ദ്രകുമാർ ഘോഷ് ആൻഡ് അതേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ആരുടെ പേര്? ബരീന്ദ്രകുമാർ ഘോഷിന്റെ പേര് പറഞ്ഞു. അവര് ബംഗാളുമായിട്ട് റിലേറ്റഡ് ആണ്. 1902 ബംഗാളിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് റവല്യൂഷണറി ഗ്രൂപ്പ് വരുന്നത്. ബിഡ്നാപൂരിലാണ് വരുന്നത്. ആരുടെ ലീഡർഷിപ്പില്? ജ്ഞാനേന്ദ്രനാഥ് ബസുവിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. കൽക്കട്ടയിൽ അനുശീലൻ സമിതി ഫൗണ്ട് ചെയ്തത് പ്രമോദ മിത്തറിന്റെ പേരിലും അതുപോലെ ജതീന്ദ്രനാഥ് ബാനർജി, ബരീന്ദ്രകുമാർ ഘോഷും ചേർന്നിട്ടായിരുന്നു. അപ്പൊ ബരീന്ദ്രകുമാർ ഘോഷ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അനുശീലൻ സമിതിയുമായിട്ടും ബംഗാളുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 258 ഗദ്ദാർ പാർട്ടി. സ്പെക്ട്രം നോക്കുമ്പോൾ 296 നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയും. അതും ഓൾഡ് NCERT-യുമായിട്ട് റിലേറ്റഡ് ആണ്. സോ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. മുന്നോട്ട് എല്ലാ പരീക്ഷയ്ക്കും ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം ഒന്നും പഠിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് നോക്കി പോവാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.